ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കടുത്ത വേനലിൽ നമുക്ക് നമ്മുടെ ശരീരത്തെ തണുപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിനായിട്ട് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ 4 ഡ്രിങ്ക്സിൻ്റെ റെസിപ്പിയാണ് ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ആദ്യത്തെ റെസിപ്പി വാട്ടർമെലൺ ഡ്രിങ്കാണ്. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ സബ്ജ സീഡ് 10 മിനിറ്റ് കുറച്ച് വെള്ളത്തിലൊന്ന് കുതിർത്ത് വയ്ക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കസ്കസ് എന്നും അറിയപ്പെടും. ധാരാളം വൈറ്റമിൻസും മിനറൽസും ഇതിലടങ്ങിയിട്ടുണ്ട്. വാട്ടർമെലൺ ഇപ്പോൾ ധാരാളമായിട്ട് കിട്ടുന്നതാണ് വാട്ടർമെലൺ. അപ്പോൾ വാട്ടർമെലൺ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇതിൻ്റെ സീഡ്സ് എടുത്തു കളഞ്ഞാൽ വളരെ നല്ലതാണ്, പക്ഷേ അതിന് ഒത്തിരി സമയം വേണം. ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഈ ചെറിയ സീഡ്സ് കഴിക്കുന്നത് കൊണ്ട് ഒരു ദോഷവുമില്ല. ഇത് കുറച്ചിങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കാം. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് ആവശ്യാനുസരണം ഐസ് ക്യൂബ്സ് ഇടാം. ഇനി ഈ വാട്ടർമെലൺ ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. ഇപ്പോൾ നമ്മുടെ സബ്ജ സീഡ്സ് അല്ലെങ്കിൽ കസ്കസ് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതിനി 1-2 ടേബിൾ സ്പൂൺ ചേർക്കാം. ഇനി നല്ല ചില്ലായിരിക്കുന്ന പാല് നല്ലതുപോലെ തിളപ്പിച്ച് തണുപ്പിച്ചതാണ്, ഇതിലേക്ക് ഒഴിക്കാം. ഇനി ഇതിൽ ചേർക്കുന്നത് റോസ് സിറപ്പാണ്, റൂഅഫ്സ എന്ന് പറയുന്നത്. ഇത് നല്ലൊരു മണവും ടേസ്റ്റും വർദ്ധിപ്പിക്കും. ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഒരല്പം കണ്ടൻസ്ഡ് മിൽക്കോ അല്ലെങ്കിൽ ഒരല്പം ഷുഗറോ അല്ലെങ്കിൽ ഷുഗർ ഇല്ലാതെയും കഴിക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പം തയ്യാറാക്കാൻ പറ്റിയൊരു ഡ്രിങ്കാണല്ലോ. വാട്ടർമെലൺ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചാൽ ഏത് സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ് ഈ ഒരു ഡ്രിങ്ക്. ഈ കസ്കസിന് പകരമായിട്ട് ചവ്വരി കുതിർത്ത് വേവിച്ച് ചേർക്കാവുന്നതാണ്. നമ്മൾ പുറത്ത് മാർക്കറ്റിലോ ഷോപ്പിങ്ങിനോ ഒക്കെ പോയിട്ട് വരുമ്പോൾ ചെറിയ വിശപ്പും ക്ഷീണവും ഒക്കെ ഉണ്ടാകും. അതുപോലെ വൈകുന്നേരങ്ങളിലും ആ സമയത്ത് കുടിക്കാൻ ഇതിലും നല്ലൊരു ഡ്രിങ്ക് വേറെയില്ല. ചെറുതായി അരിഞ്ഞ അണ്ടിപ്പരിപ്പും ബാദാമും കൂടി ചേർത്ത് നല്ലൊരു ക്രഞ്ചിനെസ് ഉണ്ട്. ഇനി ഇത് കഴിക്കുകയും ചെയ്യാം, കുടിക്കുകയും ചെയ്യാം. ഇനി ബ്രേക്ക്ഫാസ്റ്റ് വേണമെങ്കിലും ആക്കാം. ഇത് എളുപ്പമല്ലേ. അടുത്തതായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രേപ്പ് ജ്യൂസാണ്. ഇപ്പോൾ കിട്ടുന്നത് നല്ല മധുരമുള്ള മുന്തിരിയാണ്. ഈ മുന്തിരിയിൽ കുറച്ച് ബേക്കിംഗ് സോഡയും ഉപ്പും ചേർത്ത് നല്ലതുപോലെ വാഷ് ചെയ്തെടുക്കണം. 3-4 പ്രാവശ്യം കഴുകിയെടുത്ത മുന്തിരിയാണ്. ഇതൊരു മിക്സിയുടെ ജാറിലേക്കിടാം. ഇതിൽ കുറച്ച് ഐസ് ക്യൂബ്സ്, പുതിനയില, ഒരല്പം ഉപ്പ്, 1 ടീസ്പൂൺ ഗുൽക്കന്ത് അല്ലെങ്കിൽ പഞ്ചസാര. ഇതിനി ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇനി ഇത് ഒരു അരിപ്പയിലൂടെ അരിച്ച് ജ്യൂസ് സെപ്പറേറ്റ് ആക്കാം. ഇത് നല്ല മധുരമുള്ള മുന്തിരി ആയതുകൊണ്ട് മധുരം വേണമെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ഇതേപോലെ തന്നെ കുടിക്കാൻ പറ്റും. 1 ടീസ്പൂൺ നാരങ്ങാനീരും ആവശ്യാനുസരണം ഐസ് ക്യൂബ്സും ചേർക്കാം. ചെറുതായി അരിഞ്ഞ ഗ്രേപ്സ് കൂടി ചേർക്കാം. നല്ല കളർഫുള്ളായിരിക്കട്ടെ. ഇതും എത്ര എളുപ്പത്തിലാണ് ഉണ്ടാക്കിയത്. ഇപ്പോൾ മുന്തിരിങ്ങ വളരെ വില കുറവാണ്, ഒട്ടും തന്നെ പുളിയുമില്ല. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. വൈകുന്നേരങ്ങളിലോ രാവിലെയോ ഉച്ചയ്ക്കോ എപ്പോഴും വേണമെങ്കിലും കുടിക്കാം. ഞാനിപ്പോൾ പറമ്പിൽ പോയിട്ട് വന്നതാണ്. അയ്യോ, ഭയങ്കര ചൂട്. ഇതിൽ 1 ഗ്ലാസ് കുടിച്ചിട്ട് വേണം ഇനി ഉച്ചയൂണ് തയ്യാറാക്കാനായിട്ട്. നല്ല വെയിലാണ്. അടുത്തതായിട്ട് ഏറ്റവും ചിലവ് കുറഞ്ഞ കുക്കുംബർ മാംഗോ ജ്യൂസ്. പറമ്പിൽ പോയപ്പോൾ നല്ല മാംഗോ കിട്ടി, അപ്പോൾ അതുകൊണ്ടൊന്ന് ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വെച്ചു. അതിനായിട്ട് കുക്കുംബറും മാംഗോയും, ഒരു ചെറിയ പച്ചമുളകും, കുറച്ച് പുതിനയിലയും, ഉപ്പും, ഗുൽക്കന്തിന് പകരമായിട്ട് ഷുഗർ ചേർക്കാം. ഒരല്പം വെള്ളമൊഴിച്ച് നല്ലതുപോലെ അരച്ചെടുക്കണം. ഇതൊന്ന് അരിച്ചെടുക്കാം. ഇതിൽ 1 ടീസ്പൂൺ ചാട്ട് മസാലയോ വറുത്ത ജീരകപ്പൊടിയോ ചേർത്ത് മിക്സ് ചെയ്ത് വയ്ക്കാം. ഗ്ലാസിൻ്റെ ഡെക്കറേഷന് വേണ്ടി ഒരല്പം പഞ്ചസാരയും ഉപ്പും മുളകും കൂടി ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഗ്ലാസിൻ്റെ അരിക് ഒരല്പം നാരങ്ങാനീര് ചേർക്കാം. ഇത് ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയുള്ള ഗ്ലാസ്സായി. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ജ്യൂസ് ഒഴിക്കാം. 1-2 സ്ലൈസ്ഡ് കുക്കുംബറോ സ്ലൈസ്ഡ് മാങ്ങയോ ഒക്കെ ചേർത്ത് മോടി പിടിപ്പിക്കാം. ആവശ്യാനുസരണം ഐസ് ക്യൂബ്സ് ചേർക്കാം. ഇനി ഇതൊന്ന് കുടിച്ച് നോക്കിക്കേ. ചൂട് സമയത്ത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള, നല്ല റിഫ്രഷിങ് ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. ലാസ്റ്റ് റെസിപ്പി ഫുൾ പ്രോട്ടീൻ ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. വൈകുന്നേരങ്ങളിൽ നോമ്പ് തുറ സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയത്.
അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്കായിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണിത്. ഇതുണ്ടാക്കാനായിട്ട് കുറച്ച് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്, മുന്തിരി, അത്തിപ്പഴം, കുറച്ച് നട്ട്സ്. ഇതെല്ലാം കൂടി തിളപ്പിച്ച പാലിലേക്ക് ഇടാം. നല്ല ചൂടാണ് പാല്. ഇത് നല്ലതുപോലെ തണുക്കാനായിട്ട് വയ്ക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ ചിയ സീഡ്സാണിത്. ഇത് വെള്ളത്തിലൊന്ന് കുതിർത്ത് വയ്ക്കാം. ഇപ്പോൾ പാൽ നന്നായി തണുത്തിട്ടുണ്ട്. ഈ സീഡ്സൊക്കെ നന്നായി കുതിർന്നിട്ടുണ്ട്. ഇനി ഇത് മധുരത്തിനായിട്ട് 1 ടീസ്പൂൺ ഗുൽക്കന്താണ് ഞാൻ ചേർത്തത്. ഇതിന് പകരമായിട്ട് പഞ്ചസാര ചേർക്കാം. ഇതിലേക്ക് ചിയ സീഡ്സ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കുടിച്ച് നോക്കിക്കേ, അപാര ടേസ്റ്റാണ്. ട്രൈ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. 4 ഡ്രിങ്ക്സും വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ട്രൈ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.